വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. അർജന്റീന വേഴ്സസ് കൊളംബിയ കോപ്പ അമേരിക്ക ഫൈനൽ നാളെ രാവിലെ 5:30 മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. മയാമിയാണ് മെസ്സിയുടെ ഹോം ടൗൺ ആണ് നിലവിൽ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് കൂടുതലും അർജന്റീനയ്ക്ക്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് അർജന്റീനയ്ക്ക് ഉണ്ടാവും. അതുപോലെ കൊളംബിയയ്ക്ക് ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമാണ്. മാസീവ് നമ്പേഴ്സിൽ അവരുടെ ആരാധകരൊക്കെ സ്റ്റേഡിയത്തിലേക്കൊക്കെ വന്ന് നിറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നടന്ന കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വലിയ അടിയൊക്കെ ഇവരുടെ ഫാൻസൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ എന്തായാലും രണ്ട് ടീമുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് ടീമുകളും ഒരു സ്ട്രീക്കിൽ നിൽക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ അർജന്റീന നാളത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ അവരൊരു ഹാട്രിക് കിരീടമാണ് അവർ സ്വന്തമാക്കാൻ പോകുന്നത്. 3 മേജർ ടൂർണമെൻറ്റുകൾ അവർ അടുപ്പിച്ച് ജയിക്കും. അതേസമയം തന്നെ കൊളംബിയ ആണെങ്കിൽ 28 ഗെയിം അൺബീറ്റൻ എന്ന് പറയുന്ന അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുമായിട്ടാണ് കൊളംബിയ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഈ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 അവസാനമായിട്ട് അവർ കോപ്പ അമേരിക്ക അടിച്ചത്, അവസാനമായിട്ടും ആദ്യമായിട്ടും. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു കോപ്പ അമേരിക്ക അടിക്കാനുള്ളൊരു സുവർണാവസരമാണ് അവരുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളെ സംബന്ധിച്ചും ഈ മത്സരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഇപ്പോൾ അർജന്റീനയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം, വർഷങ്ങളോളം അവർ ട്രോഫികളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബോട്ടിലിംഗ് DNA ഒരിടയ്ക്ക് അവർക്ക് വന്നിരുന്നു. അവർ ഫൈനലുകളിൽ കൊണ്ട് കലവടയ്ക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവരുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ 2014 തൊട്ട് 2024 വരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കളിച്ച 8 ടൂർണമെൻറ്റുകളിൽ 7 അവർക്ക് സെമി ഫൈനലിൽ കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല 6 അവർ ഫൈനലിലെത്തി. അങ്ങനെ കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അർജന്റീന ഈ 10 കൊല്ലം കൊണ്ട് നല്ലൊരു കപ്പ് ഗെയിം ടീമായി മാറി എന്നുള്ളതാണ്. പക്ഷെ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി തുടങ്ങിയത് തീർച്ചയായും എമിലിയാനോ മാർട്ടിനസ് ടീമിലേക്ക് വന്നപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷമാണ് നിസ്സംശയം നമുക്ക് പറയാം അർജന്റീനയുടെ കപ്പ് ഗെയിമിലെ പെർഫോമൻസുകൾ ബെറ്റർ ആവാൻ തുടങ്ങി. അവർ ആക്ച്വലി പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ വിജയിക്കാൻ തുടങ്ങി, അവർ ട്രോഫികളൊക്കെ അടിക്കാൻ തുടങ്ങിയത് എമിലിയാനോ മാർട്ടിനസിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒത്തിരി അർജന്റീന ഫാൻസ് കമൻറ്റ് ഇട്ടിരുന്നു, പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഇപ്പോൾ യാതൊരു ടെൻഷനും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിലിയാനോ മാർട്ടിനസ് അവിടെ ഉണ്ട്, പുള്ളി സേവ് ചെയ്തോളും. അപ്പോൾ അതുപോലെ തന്നെ എതിർ ടീമിൻ്റെ കളിക്കാരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ പെനാൽറ്റി എടുക്കാൻ പോകുമ്പോൾ അവരുടെ മുഖത്ത് വിസിബിളി അവരുടെ ടെൻഷൻ നമുക്ക് കാണാം. ഇക്വഡോറായിട്ടുള്ള മത്സരത്തിലെ പെനാൽറ്റി കിക്കുകൾ ശ്രദ്ധിച്ചാൽ മതി, ശരിക്കും നല്ല ടെൻഷൻ ഇക്വഡോർ പ്ലേയേഴ്സിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഒരു ഓറ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എസ്പെഷ്യലി ഷൂട്ടൗട്ടിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എമിലിയാനോ മാർട്ടിനസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എമിലിയാനോ മാർട്ടിനസിൻ്റെ അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വലിയൊരു പങ്കുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അർജന്റീനയ്ക്ക് ഇതുവരെ ഈ ഒരു ടൂർണമെൻറ്റിൽ ഹാർഡായിട്ടുള്ള ഫിക്സ്ചേഴ്സൊക്കെ കുറവായിരുന്നു. ഫൈനലിലേക്ക് വരെ ഈസി പാത്തായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതുപോലെ ഓവറോൾ അർജന്റീനയുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഒരു വേൾഡ് ചാമ്പ്യൻസ് കളിക്കുന്ന പോലത്തെ പ്രകടനമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അടിപൊളിയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവർ നല്ല റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ റിസൾട്ട് മാത്രമാണ് മാറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും അവരുടെ ഡിഫൻസീവ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. 5 മത്സരങ്ങളിലാകെ 1 ഗോള് മാത്രമാണ് അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡുള്ളതും അർജന്റീനയ്ക്കാണ് ഈ ടൂർണമെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ. അതേസമയം കൊളംബിയ വരുന്നത് അവർ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒപ്പോണൻസിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ്. ബ്രസീൽ, ഉറുഗ്വായ് അങ്ങനെയുള്ള ടീമുകളെയൊക്കെ, എസ്പെഷ്യലി ഉറുഗ്വായ്ക്കെതിരെ അവർക്ക് 45 മിനിറ്റോളം ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് അവർ കളിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഹാർഡ് ഫൈറ്റൊക്കെ ചെയ്തിട്ടാണ് അവർ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ഇംപ്രസീവ് ടീമായിട്ട് എല്ലാവരും വിലയിരുത്തുന്നത് കൊളംബിയയാണ്. മാത്രമല്ല അർജന്റീനയാണ് ഏറ്റവും ഡിഫെൻസീവ് ടീമെങ്കിൽ ഏറ്റവും അറ്റാക്കിംഗ് ടീം എന്ന് പറയുന്നത് കൊളംബിയയാണ്. അവർ 5 മത്സരത്തിൽ 12 ഗോളുകളാണ് അടിച്ചു കൂട്ടിയത്. അപ്പോൾ അങ്ങനെ അടിപൊളി ഫോമിലാണ് ഈ മത്സരത്തിലേക്ക് കൊളംബിയ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊളംബിയയുടെ മാനേജറും ഒരു അർജന്റീനക്കാരനാണ്, നെസ്റ്റോർ ലോറൻസോ. അപ്പോൾ റിസൾട്ട് എന്തായാലും ഒരു അർജന്റൈൻ മാനേജറിൻ്റെ കയ്യിൽ തന്നെ ട്രോഫി ഇരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രണ്ട് ടീമുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അർജന്റീനയുടെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി നേരത്തെ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ കൊളംബിയനെ പറ്റിയാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോൾ എന്തായാലും അവരെക്കുറിച്ച് പറയാം. ഇപ്പോൾ അർജന്റീന 4-4-2 കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ 2 മാനായിട്ട് ഫ്രണ്ടിൽ മെസ്സി, ഒന്നല്ലെങ്കിൽ ആൽവാരസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ലൗട്ടോറോ മാർട്ടിനസ് ആയിരിക്കും. ലൗട്ടോറോ മാർട്ടിനസിന് അത്യാവശ്യം ഗോളുകളൊക്കെ ഈ ടൂർണമെൻറ്റിൽ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊളംബിയയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കൊളംബിയയുടെ പ്ലേയിങ് സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമിലറാണ് അർജന്റീനയായിട്ട്. അല്ലെങ്കിൽ അർജന്റീന കാണിക്കുന്ന ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ടീം കെമിസ്ട്രിയൊക്കെ കൊളംബിയയുടെ മത്സരത്തിൽ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ രണ്ട് ടീമും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കൊളംബിയയുടെ ക്വാളിറ്റിയും അർജന്റീനയുടെ ക്വാളിറ്റിയും തമ്മിൽ നല്ല അന്തരമുണ്ട്. ഇപ്പോൾ കൊളംബിയയിലെ ടോപ്പ് ലെവൽ ടീമുകളിലെ കളിക്കുന്ന പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ലൂയിസ് ഡിയാസ് മാത്രമേ ഉള്ളൂ. ഡിയാസാണ് ലിവർപൂളിൽ കളിക്കുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇൻക്ലൂഡിങ് ജെയിംസ് റോഡ്രിഗസ്, അദ്ദേഹം ബ്രസീലിയൻ ലീഗിലാണ്.
പക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച താരം എന്ന് പറയുന്നത് ജെയിംസ് റോഡ്രിഗസ് ആണ്. അദ്ദേഹം 6 അസിസ്റ്റുകൾ ഇതുവരെ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെസ്സി എങ്ങനെയാണോ അർജൻറ്റീനയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന പോലെ സിമിലർ ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് റോഡ്രിഗസ് കൊളംബിയയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അതുപോലെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു മേജർ മിസ് എന്ന് പറയുന്നത് കൊളംബിയയുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഡാനിയൽ മുന്യോസ് ആണ്. അപ്പോൾ അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയറാണ്, കൺസിസ്റ്റൻ്റ്ലി നല്ല രീതിയിൽ അദ്ദേഹം കളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണ് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്യോസ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ നന്നായിട്ട് കളിക്കുന്ന മറ്റൊരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഫേഴ്സൺ ലെർമയാണ്, ക്രിസ്റ്റൽ പാലസിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയലി ഉള്ള ഇമ്പാക്റ്റാണ്. ഇവർ ഇതുവരെ 5 ഗോളുകൾ ഈ ടൂർണമെൻറ്റിൽ അടിച്ചിട്ടുണ്ട്, ഏരിയലി അല്ലെങ്കിൽ ഹെഡർ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ അടിച്ചത് ഇവരാണ്. മാത്രമല്ല നമുക്ക് അർജൻറ്റീനയുടെ കാര്യത്തിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അർജൻറ്റീന പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും തന്നെ 6 അടിക്ക് താഴെ പൊക്കമുള്ളവരാണ്. പക്ഷെ അവർക്ക് ഇതുവരെ അങ്ങനെ ഒരു കാര്യം അവരെ ബാധിച്ചിട്ടില്ല. ഈ ഹൈറ്റ് കുറവുള്ളവരൊരിക്കലും ബാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല ഏരിയയിലി സ്ട്രെങ്ത് ഉള്ള ടീമിനെതിരെയാണ് അർജൻറ്റീന ഫൈനലിൽ ഫേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ ഡെഡ് ബോൾ സിറ്റുവേഷനിൽ ഫ്രീ കിക്കുകളും കോർണറിൽ നിന്നൊക്കെയാണ് ഇവർ ഏരിയയിൽ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജെയിംസ് റോഡ്രിഗസിൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 17 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൽ 12 എണ്ണവും ഡെഡ് ബോൾ സിറ്റുവേഷനുകളിൽ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജൻറ്റീന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക ഈ കൊളംബിയയുടെ ഏരിയൽ പവറുകളെ തന്നെയാണ്. എന്തായാലും ഡിഫൻസ് വേഴ്സസ് അറ്റാക്ക് നമുക്ക് നല്ലൊരു മത്സരം കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ പ്രഡിക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായും അർജൻറ്റീന തന്നെയാണ് ഫേവറേറ്റ്സ്. ആ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവർക്കാണ് ബെറ്റർ ടീമുള്ളത്. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ റെസ്റ്റും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അത്രയും കാര്യമായിട്ടുള്ള കോമ്പറ്റീഷനൊന്നും ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അതേസമയം തന്നെ കൊളംബിയനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവരും തീർച്ചയായും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അവരുടെ റെക്കോർഡും വളരെ മികച്ചതാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഫേവറേറ്റ്സ് അർജൻറ്റീനയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.